ഇന്ന് 2024 ജൂലൈ 8 തിങ്കളാഴ്ചയാണ്. കാതിലെത്തും പത്രങ്ങൾ മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. ഇത് PT നാസർ. ഇന്നും പലതാണ് പ്രധാന വാർത്തകൾ. വൃക്കരോഗം കുട്ടികൾക്കിരട്ടിയാണ് എന്ന് മാതൃഭൂമി. ആഗോള ശരാശരിയേക്കാൾ ഈ അവസ്ഥ ഇന്ത്യയിൽ അധികമാണെന്നും കണ്ടെത്തലുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ പരിഷ്കരണമാണ് മനോരമയിൽ. ലഡാക്കിൽ ഭൂഗർഭ അറകൾ സ്ഥാപിച്ചുകൊണ്ട് ചൈന കടന്നുകയറുന്നുവെന്നതാണ് മാധ്യമത്തിൽ. നീറ്റ് UGC കേസുകൾ ഇന്ന് സുപ്രീം കോടതിയിൽ വരുമെന്ന് ദീപിക. നിതീഷും നായിഡുവും BJPയോട് വിലപേശുന്നുവെന്നതാണ് ദേശാഭിമാനിക്ക് പ്രധാന വാർത്ത. കേൾക്കാം വാർത്തകൾ. ആദ്യം പ്രധാന വാർത്തകൾ തന്നെ കേൾക്കാം എന്ന് തോന്നുന്നു. മാതൃഭൂമിയിൽ നിന്നാണ് ആദ്യം. വൃക്കരോഗങ്ങൾ കുട്ടികളിൽ ഇരട്ടി. ആഗോള ശരാശരി മറികടന്ന് ഇന്ത്യ. ആഗോള ശരാശരി 2%. ഇന്ത്യയിൽ ശരാശരി 4.9%. ന്യൂഡൽഹി. രാജ്യത്ത് വൃക്ക സംബന്ധമായ രോഗങ്ങൾ നേരിടുന്ന കുട്ടികളുടെയും കൗമാരക്കാരുടെയും എണ്ണം ആഗോള ശരാശരിയിലും അധികം. ആഗോളതലത്തിൽ 18 വയസ്സിൽ താഴെയുള്ളവരിൽ വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർ 2%. ഇന്ത്യയിൽ 5 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളും കൗമാരക്കാരുമായവരുടെ ജനസംഖ്യയുടെ 4.9% ഗുരുതര വൃക്കരോഗം നേരിടുന്നതായി പഠനം വ്യക്തമാക്കുന്നു. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹിയിലെ ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഇന്ത്യ, മുംബൈയിലെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സമഗ്ര ദേശീയ പോഷകാഹാര സർവേയിലാണ് കണ്ടെത്തൽ. കൂടുതലും ഗ്രാമത്തിലെ കുട്ടികളിലുമാണ്. 2016-18 കാലയളവിൽ 5നും 19 വയസ്സിനും ഇടയിലുള്ള രാജ്യത്തെ 24,699 കുട്ടികളിൽ നിരീക്ഷണം നടത്തിയതിൽ 57.3% പേർ ഗ്രാമീണ മേഖലയിൽ. വൃക്കകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിന് രക്തസാമ്പിളുകൾ ശേഖരിച്ച് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നിരക്ക് കണ്ടെത്തി. വൃക്കരോഗങ്ങൾ നേരിടുന്നതിൽ അധികവും ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൺകുട്ടികൾ. ഭക്ഷണക്രമം, രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസം, സാമൂഹിക പശ്ചാത്തലം എന്നിവ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ആരോഗ്യ വിഷയങ്ങളിലെ സാക്ഷരതക്കുറവ്, ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയില്ലായ്മ, ചികിത്സ തേടുന്നതിലുള്ള വിമുഖത എന്നിവയും കാരണമാകുന്നു. മലിനജലം, കീടനാശിനി ഉപയോഗം, പോഷകാഹാരക്കുറവ്, പുകവലിക്കാരായ കുടുംബാംഗങ്ങൾ തുടങ്ങിയവയും വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് കണ്ടെത്തത്. കേരളത്തിലും രാജസ്ഥാനിലും പ്രശ്നങ്ങളില്ല എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. കേരളത്തിലും രാജസ്ഥാനിലും വൃക്ക സംബന്ധമായ അസാധാരണ പ്രശ്നങ്ങളില്ല. കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കുട്ടികളിലും കൗമാരക്കാരിലും കൂടുതൽ വൃക്കരോഗങ്ങൾ. ആന്ധ്രയിലും തെലങ്കാനയിലുമാണ് രോഗികൾ കൂടുതൽ എന്നാണ് വിവരം. മലയാള മനോരമയുടെ ലീഡ് വാർത്ത ആയുഷ്മാൻ ഭാരത് പരിരക്ഷയും പ്രായപരിധിയും കൂട്ടുന്നു എന്നതാണ്. പരിരക്ഷ 5 ലക്ഷത്തിൽ നിന്ന് 10ലേക്ക്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും പദ്ധതിയുടെ ഭാഗമാകും. മലയാള മനോരമയുടെ ഡൽഹി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിൻ്റെ പരിരക്ഷ 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തിയേക്കും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. അനുമതി ലഭിച്ചാൽ 23-ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. പദ്ധതിയിൽ അംഗങ്ങളായ നിർധന കുടുംബങ്ങളിലുള്ളവർക്കാണ് നിലവിൽ പ്രായപരിധിയില്ലാത്ത സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. ഇതാണിനി വരുമാന പരിധി നോക്കാതെ 70-ന് മുകളിലുള്ള എല്ലാവർക്കുമായി നൽകാൻ ആലോചിക്കുന്നത്. ഇതിനായി 2 മാതൃകകളാണ് ദേശീയ ആരോഗ്യ അതോറിറ്റി സമർപ്പിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഇവരെയും ഉൾപ്പെടുത്തിയതാണ് ആദ്യത്തേത്. വയോധികരെ മാത്രം ഉൾപ്പെടുത്തിയുള്ളതാണ് രണ്ടാമത്തേത്. വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാവുന്ന ചികിത്സകളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരിധി വെച്ചേക്കുമെന്നും സൂചനയുണ്ട്. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത 3 വർഷം കൊണ്ട് ഇരട്ടിക്കുകയാണ് കേന്ദ്ര ലക്ഷ്യം. 12,076 കോടി രൂപ കേന്ദ്ര സർക്കാർ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്ക്. ആയുഷ്മാൻ ഭാരത് വരുമാനം കുറഞ്ഞവർക്കായി കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസാണ്.
പ്രാബല്യത്തിൽ വന്നത് 2018 സെപ്റ്റംബറിലാണ്. ഗവൺമെൻറ് ആശുപത്രികളിലെയും പദ്ധതിയിൽ ചേർത്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലെയും ചികിത്സയ്ക്ക് പരിരക്ഷയുണ്ട്. നിലവിലെ രോഗങ്ങൾക്കും പരിരക്ഷയുണ്ട് എന്നാണ് വാർത്തകളുടെ വിശദവിവരങ്ങൾ. അത് മനോരമയുടെ ലീഡ്. മാധ്യമത്തിൻ്റെ ലീഡ് വാർത്ത കടന്നുകയറ്റം ലഡാക്കിൽ ചൈനയുടെ ഭൂഗർഭ അറകൾ എന്നാണ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്, സർക്കാരിനെ ചോദ്യം ചെയ്ത് ഖാർഗെ. ന്യൂഡൽഹി. ഈസ്റ്റേൺ ലഡാക്കിലെ പാഗോങ് തടാകത്തിനു ചുറ്റും ചൈനീസ് സൈന്യം ഭൂഗർഭ അറകൾ സ്ഥാപിച്ചതിൻ്റെ പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമേരിക്ക കേന്ദ്രമായുള്ള ബ്ലാക്ക് സ്കൈ കമ്പനിയാണ് ഈ വർഷം മെയ് വരെ എടുത്ത ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ചൈനീസ് സൈന്യത്തിൻ്റെ ആയുധങ്ങളും ഇന്ധനവും സൂക്ഷിക്കാനുള്ള ബങ്കറുകളാണെന്ന് ചിത്രങ്ങളിൽ വ്യക്തമാക്കുന്നു. അമേരിക്കൻ കമ്പനി പുറത്തുവിട്ട ചിത്രത്തോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ചൈനീസ് കടന്നുകയറ്റത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന പാഗോങ് തടാകത്തിനടുത്ത് എങ്ങനെയാണ് ചൈനയ്ക്ക് സേനാ താവളം ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുന ഖാർഗെ മോദി സർക്കാരിനോട് ചോദിച്ചു. ആരും രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിട്ടില്ലെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ലീൻ ചിറ്റ് നൽകി 4 വർഷം കഴിയുമ്പോഴേക്കും ചൈന രാജ്യത്തിൻ്റെ അഖണ്ഡതയുമായി വീണ്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. 2021-22 കാലയളവിൽ നിർമ്മിച്ച ചൈനീസ് സൈനിക ക്യാമ്പിൽ ആയുധ സംഭരണത്തിന് കൂടി കഴിയുന്ന തരത്തിലാണ് ഭൂഗർഭ അറകൾ നിർമ്മിച്ചതെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സിരിജാപ്പിൽ പാഗോങ് തടാകത്തിൻ്റെ വടക്കൻ തീരത്തുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി ബേസ് ഇപ്പോൾ മേഖലയിലുള്ള ചൈനീസ് സൈനികരുടെ ആസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. നിയന്ത്രണ രേഖയിൽ നിന്ന് 5 കിലോമീറ്റർ പരിധിയിൽ വരുന്ന ഈ പ്രദേശം 2020 മെയ് മാസം വരെ മനുഷ്യവാസമില്ലാതെ കിടക്കുകയായിരുന്നു. ഇന്ത്യ സ്വന്തം ഭൂപ്രദേശമായി അവകാശപ്പെട്ടിരുന്ന ഭാഗമാണിത്. കഴിഞ്ഞ മെയ് 30 സാറ്റലൈറ്റ് പകർത്തിയ ചിത്രത്തിൽ ഭൂമിക്കടിയിൽ കുഴിച്ചുണ്ടാക്കിയ വലിയ നിലവറയിലേക്ക് ഇറങ്ങാവുന്ന 7 പ്രവേശന വഴികൾ കാണിക്കുന്നു. അതിനോടടുത്തു തന്നെ പ്രവേശന ദ്വാരങ്ങളുള്ള മറ്റൊരു ഭൂഗർഭ അറ കൂടി പണിതിട്ടുണ്ട്. നിരവധി വലിയ കെട്ടിടങ്ങളും സൈനിക വാഹനങ്ങൾക്കായി അടച്ചിട്ട പാർക്കിംഗ് ഏരിയകളും ഉണ്ടാക്കിയെന്നും ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൽ സൈനിക പോസ്റ്റുകളും നിരവധി റോഡുകളുടെ ശൃംഖലകളും ഉൾപ്പെടും. 2020 ജൂണിൽ 20 ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായ ഏറ്റുമുട്ടൽ നടന്ന ഗാൽവാൻ താഴ്വരയിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ചൈനീസ് സൈനിക ക്യാമ്പ്. അതിനു പുറമെ ഷിഗൽസെ വ്യോമ ക്യാമ്പിലും ചൈനീസ് സൈനിക നീക്കങ്ങൾ സജീവമാണെന്ന് കാണിക്കുന്ന ചിത്രങ്ങളും അമേരിക്കൻ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അതാണ് മാധ്യമത്തിൻ്റെ ലീഡ് വാർത്ത. ദീപികയിൽ നീറ്റാക്കാൻ സുപ്രീം കോടതി. നീറ്റ് UGയുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് പരിഗണിക്കുമെന്നതാണ് ലീഡ്. ന്യൂഡൽഹി. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UGയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന 3 അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് 26 ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ 6 നടത്താനിരുന്ന മെഡിക്കൽ പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് നടപടികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ പ്രവേശന നടപടികൾ ആരംഭിക്കുകയെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. 1564 വിദ്യാർത്ഥികൾക്കാണ് നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചത്. ഇത് റദ്ദാക്കുന്നതായി NTA ജൂൺ 13 സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുമെന്നും NTA അന്ന് കോടതിയിൽ വ്യക്തമാക്കി. അതിനാൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും തീർപ്പാക്കിയതായി സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അതേസമയം മറ്റു ഹർജികൾ ജൂലൈ 8 മാറ്റുന്നതായി സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട 8 ഹൈക്കോടതികളിലുള്ള കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആ ഹർജികളാണ് ഇന്ന് പരിഗണനയ്ക്ക് വരിക എന്നർത്ഥം. ദേശാഭിമാനിയുടെ ലീഡ്. 1/2 ലക്ഷം കോടി വീതം വേണമെന്ന് നിതീഷും നായിഡുവും. വിലപേശൽ തുടങ്ങി എന്ന് വൻ തലക്കെട്ട്. പ്രശാന്ത് ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകുന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും വിലപേശൽ ശക്തമാക്കി. 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ കേന്ദ്രത്തിൽ നിന്ന്
1,00,000 കോടിയോളം രൂപയുടെ പദ്ധതികൾ വീതം വേണമെന്നാണ് ഇരു നേതാക്കളും ആവശ്യമുന്നയിച്ചത്. TDPയുടെയും JDUവിൻ്റെയും പിന്തുണ നിർണായകമായതിനാൽ ആവശ്യങ്ങളോട് പൂർണ്ണമായും മുഖം തിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമനും സാധിക്കില്ല. 23-നാണ് ബജറ്റ്. BJPക്ക് 240 MP-മാർ മാത്രമായതിനാൽ സർക്കാരിൻ്റെ നിലനിൽപ്പിന് TDPയുടെ 16-ഉം JDUവിൻ്റെ 12 MP-മാരുടെ പിന്തുണ ആവശ്യമാണ്, അനിവാര്യമാണ്. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞയാഴ്ച ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട ആവശ്യങ്ങൾ അറിയിച്ചിരുന്നു. ബജറ്റിൽ ബീഹാറിനായി എന്തെല്ലാം വേണമെന്ന് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിതീഷ് കുമാർ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി പരിഗണിക്കുന്ന അമരാവതിയുടെ വികസനത്തിനാവശ്യമായ സഹായമാണ് നായിഡു മുഖ്യമായും താൽപ്പര്യപ്പെടുന്നത്. പോളവാരം ജലസേചന പദ്ധതി, വിജയവാഡയിലും വിശാഖപട്ടണത്തും മെട്രോ റെയിൽവേ പദ്ധതികൾ, അമരാവതിയിൽ ലൈറ്റ് റെയിൽ പദ്ധതി, വിജയവാഡയിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ, പിന്നാക്ക ജില്ലകൾക്ക് പ്രത്യേക ഗ്രാൻറ്റുകൾ, രാമായപട്ടണത്തിൽ പശ്ചാത്തല സൗകര്യ പദ്ധതികൾ, കടപ്പയിൽ തുറമുഖം, സ്റ്റീൽ പ്ലാന്റ് തുടങ്ങിയവയാണ് നായിഡുവിൻ്റെ മറ്റാവശ്യങ്ങൾ. നായിഡുവിൻ്റെ മൊത്തം ആവശ്യങ്ങൾക്കായി 1,00,000 കോടിയിലേറെ രൂപ വേണ്ടിവരും. അതിൽ നല്ലൊരു പങ്ക് ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് നിലപാട്. 9 പുതിയ വിമാനത്താവളങ്ങൾ, 2 ഊർജ്ജ പദ്ധതികൾ, 2 നദീജല പദ്ധതികൾ, 7 മെഡിക്കൽ കോളേജുകൾ എന്നിവയാണ് നിതീഷിൻ്റെ പട്ടികയിലുള്ളത്. GSDPയുടെ 3% എന്ന സംസ്ഥാനങ്ങളുടെ നിലവിലെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നും 2 മുഖ്യമന്ത്രിമാരും താൽപ്പര്യപ്പെടുന്നുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച 1.3 ലക്ഷം കോടി രൂപ ഇരട്ടിയാക്കണമെന്നും ആവശ്യമുണ്ട്. ഇടക്കാല ബജറ്റിലെ 5.1% എന്ന ധനക്കമ്മി കുറയ്ക്കാൻ പാടുപെടുന്ന ധനമന്ത്രിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും വമ്പൻ ആവശ്യങ്ങൾ സമ്മർദ്ദമേറ്റും. ഇടക്കാല ബജറ്റിലെ 5.1% എന്ന ധനക്കമ്മിയുടെ പരിധി കുറയ്ക്കാൻ പാടുപെടുകയാണ് ധനമന്ത്രി. ആ ധനമന്ത്രിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും വമ്പൻ ആവശ്യങ്ങൾ സമ്മർദ്ദമേറ്റും. മാത്രമല്ല, അർഹമായ വിഹിതം പോലും കേന്ദ്രം തടഞ്ഞുവെച്ചതിനാൽ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. ആ സമയത്താണ് ഇവരുടെ ഇത്തരം വലിയ ആവശ്യങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ദേശാഭിമാനി ചെയ്യുന്നത്. ന്യായമാണ് താൻ. അപ്പോൾ 2 പകൽ നീണ്ട നാടകീയത ഒടുവിൽ വെളിച്ചമെത്തി. തിരുവമ്പാടിയുള്ള വീട്ടിൽ KSEB വൈദ്യുതി പുനഃസ്ഥാപിച്ചത് ഇന്നലെ രാത്രി 9 മണിക്ക്. അറിയാമല്ലോ തിരുവമ്പാടിയുടെ വീട്ടിലെ കഥ, അല്ലെങ്കിൽ ബാക്കി വാർത്തയിലുണ്ട്, കേൾക്കാം. തിരുവമ്പാടി 2 പകൽ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ തിരുവമ്പാടി ഉള്ളാട്ടിൽ UC അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ KSEB പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാത്രി 9 തിരുവമ്പാടി സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തി കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. അജ്മലിൻ്റെ പിതാവ് റസാക്കിൻ്റെ പേരിലാണ് കണക്ഷൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ 11 കണക്ഷനുകളാണുള്ളത്. അതിൽ മറ്റു 10 കൊമേഴ്സ്യൽ കണക്ഷനുകളാണെന്ന് KSEB ഇന്നലെ രാവിലെ വ്യക്തമാക്കിയിരുന്നു. കണക്ഷൻ വെച്ചതിൽ നിയമപ്രശ്നമുണ്ടെന്ന് വിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു. മകൻ സംഘർഷമുണ്ടാക്കി എന്നതിൻ്റെ ആരോപണത്തിൽ മകൻ സംഘർഷമുണ്ടാക്കി എന്ന ആരോപണത്തിൻ്റെ പേരിൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടിൻ്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ റസാഖും മറിയവും ശനിയാഴ്ച രാത്രി KSEB ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും രോഗിയായ റസാഖ് തളർന്നു വീഴുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലെ ഇദ്ദേഹം ഇന്നലെ രാവിലെ ഡിസ്ചാർജ് ആയെങ്കിലും വീട്ടിൽ കയറാതെ പുറത്തു കുത്തിയിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K. ബൈജുനാഥ് ഉത്തരവിടുകയായിരുന്നു. ജീവനക്കാരെയോ ഓഫീസോ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി. ആക്രമിക്കില്ലെന്ന് ഉറപ്പ് ലഭ്യമാക്കാൻ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് താമരശ്ശേരി തഹസിൽദാരെ തിരുവമ്പാടിയിലേക്ക് അയച്ചു. തഹസിൽദാർ K. A. ഹരീഷ്, ഡെപ്യൂട്ടി തഹസിൽദാർ ഹരികൃഷ്ണ ശർമ്മ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ശിവകുമാർ എന്നിവർ വീട്ടിലെത്തിയെങ്കിലും സത്യവാങ്മൂലത്തിൽ ഒപ്പുവെക്കാൻ കുടുംബം തയ്യാറായില്ല. ഒടുവിൽ നിരുപാധികം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകുകയായിരുന്നു. അതേസമയം അജ്മലിൻ്റെ മാതാവ് മറിയം നൽകിയ പരാതിയിൽ KSEB ഉദ്യോഗസ്ഥരായ അനന്തു, പ്രകാശ് എന്നിവർക്കെതിരെ
കയ്യേറ്റത്തിനും അസഭ്യം പറഞ്ഞതിനും താമരശ്ശേരി പോലീസ് കേസെടുത്തു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും KSCBക്കുണ്ടായ നാശനഷ്ടങ്ങൾ പ്രതികളിൽ നിന്ന് ഈടാക്കുമെന്നും ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. അജ്മലും സഹോദരനും KSCB ഓഫീസിലെത്തി കമ്പ്യൂട്ടറും ഉപകരണങ്ങളും തകർത്തത് വഴി 3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് KSCB റിപ്പോർട്ട്. അതേസമയം താൻ ആക്രമിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥരാണ് ആക്രമിച്ചതെന്നും അജ്മൽ ആരോപിക്കുന്നു. ഈ സംഭവങ്ങൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. തിരുവമ്പാടി മകൻ അന്യായം കാണിച്ചെന്നാരോപിച്ച് പ്രായമായ മാതാപിതാക്കളുടെ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിച്ച KSCB നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നടത്തിയ റാന്തൽ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. KSCBയുടെ പ്രതികാര നടപടിയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി സെക്ഷൻ ഓഫീസിലേക്ക് റാന്തൽ മാർച്ച് നടത്തിയത്. ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞതോടെയാണ് സംഘർഷമായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂഫിയാൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദുൽ ദിഷാൻ അധ്യക്ഷത വഹിച്ചു. ബാബു പൈക്കാട്ടിൽ, ബോസ് ജേക്കബ്, ജോബി ഇലന്തൂർ, നിഷാദ് വിച്ചി, ജിതിൻ പുല്ലാട്ട്, കമറുദ്ദീൻ കാക്കവയൽ അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രസംഗിച്ചു. നിരുപാധികം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ രാവിലെ മുതൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് വൈദ്യുതി ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹവും നടത്തിയിരുന്നു. അങ്ങനെ പോകുന്നു ആ കഥ. ഇതിനിടയിൽ PSC അംഗത്വത്തിന് 60 ലക്ഷം രൂപ CPMൽ പുതിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. 22 ലക്ഷം കൈമാറിയെന്ന പരാതിയിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരും അന്വേഷണത്തിന് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയതായി വിവരം. കോഴിക്കോട് PSC അംഗത്വത്തിന് നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം CPMൽ പുതിയ പ്രതിസന്ധിയായി. ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാരോടാണ് 22 ലക്ഷം രൂപ ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് കൈമാറിയെന്ന് പറയുന്നത്. ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാരാണ് 22 ലക്ഷം രൂപ ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് കൈമാറിയെന്ന് പറയുന്നത്. 60 ലക്ഷം രൂപ നൽകിയാൽ PSC അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ 20 ലക്ഷം രൂപ PSC അംഗത്വത്തിനും 2 ലക്ഷം രൂപ മറ്റ് ചെലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ കൈമാറി. വനിതാ ഡോക്ടർക്ക് വേണ്ടി ഭർത്താവാണ് പണം നൽകിയത്. അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തുവെങ്കിലും അതും നടന്നില്ല. ഏറെ നാൾ കഴിഞ്ഞിട്ടും പണം തിരികെ കിട്ടാതായതോടെയാണ് ഡോക്ടർ കൊട്ടൂളിയിലെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയത്. കൊട്ടൂളി ഘടകം ഇത് ജില്ലാ കമ്മിറ്റിക്കും കൈമാറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞാണ് പണം വാങ്ങിയത് എന്ന ആരോപണമുള്ളതിനാൽ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറി. ആരോപണം നേരത്തെ തന്നെ അറിഞ്ഞ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല. സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഇടപാട് നടന്നെന്ന് ബോധ്യപ്പെട്ട ശേഷം അന്വേഷിക്കാനായി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയെന്നാണ് വിവരം. മുഹമ്മദ് റിയാസിന് പുറമെ MLAമാരായ സച്ചിൻ ദേവ്, തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി പരാതിയിലുണ്ട്. PSC അംഗത്വം പോലെയുള്ള പ്രധാന തസ്തികയ്ക്ക് കോഴ വാങ്ങിയെന്ന ആരോപണം ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയതായി പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ അയൽവാസിയായ പ്രാദേശിക നേതാവിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. മുൻപ് തന്നെ ജില്ലയിലെ ചില മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് PSC അംഗം പോലുള്ള പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാറുള്ളത്. മന്ത്രിയുടെ പേര് പറഞ്ഞ 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെടുകയും അതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തെന്ന ആരോപണം പാർട്ടിയുടെ അന്വേഷണ പരിധിയിൽ മാത്രം ഒതുങ്ങാനിടയില്ല. പരാതി പോലീസിന് കൈമാറിയാൽ സംസ്ഥാന സർക്കാരും പ്രതിസന്ധിയിലാകും. അതേസമയം ആരോപണത്തെക്കുറിച്ചും തനിക്കെതിരെ പാർട്ടി നൽകിയെന്ന് പറയുന്ന പരാതിയെക്കുറിച്ചും അറിയില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. കൊച്ചിയിൽ നിന്നാണ് വാർത്ത. ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ റെയിൽവേ ട്രാക്കിന് മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ച 17കാരൻ റെയിൽവേ ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. ഇടപ്പള്ളി പൂണേക്കര കാടിപ്പറമ്പത്ത് റോഡ് വൈമേലി വീട്ടിൽ ജോസിൻ്റെ ഏക മകൻ ആൻ്റണി ജോസാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ ഇടപ്പള്ളി അമൃത ആശുപത്രിക്ക് സമീപം റെയിൽവേ ട്രാക്കിലായിരുന്നു സംഭവം. കൂട്ടുകാരിൽ ഒരാളുടെ പിറന്നാൾ ആഘോഷത്തിന് കേക്ക് വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ആൻ്റണി ഉൾപ്പെടെയുള്ള സുഹൃത്ത് സംഘമെന്ന് പോലീസ് പറഞ്ഞു. നിർത്തിയിട്ട ട്രെയിനിൻ്റെ അടിയിലൂടെ കൂട്ടുകാർ ട്രാക്കിന് മറുവശം കടന്നപ്പോൾ
ആൻ്റണി ട്രെയിനിൻ്റെ മുകളിലൂടെ മറുവശത്ത് കടക്കാനാണ് ശ്രമിച്ചതെന്നാണ് സൂചന. ഗുഡ്സ് ട്രെയിനിൻ്റെ വശത്തെ കോണിയിലൂടെ കയറിയതോടെ ഷോക്കേറ്റ് തെറിച്ച് വീണ് തലയ്ക്കും പരിക്കേറ്റിരുന്നു. പുറമെ പൊള്ളലുമുണ്ടായിരുന്നു. സമീപത്തെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി 7:30 മരിച്ചു. തൃക്കാക്കര KIM കോളേജിൽ BCA 1ാം വർഷ വിദ്യാർത്ഥിയാണ്. അമ്മ സൗമ്യ ലൂർദ് ആശുപത്രിയിൽ നഴ്സാണ്. പിതാവ് ജോസ് സ്വകാര്യ മെഡിക്കൽ സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ്. കൽപ്പറ്റ നഗരസഭ ഒന്നാകെ ബസ് വിളിച്ച് തിരുവനന്തപുരത്തേക്ക്. എന്തിനാണ് എന്നല്ലേ? സ്വത്ത് വിവരം നൽകിയില്ല, അതുകൊണ്ട് നേരിട്ട് വരണം എന്ന് ലോകായുക്ത പറഞ്ഞതാണ് കാര്യം. കൽപ്പറ്റ അയക്കേണ്ട രേഖകൾ സമയത്ത് അയക്കാത്തതിൻ്റെ പൊല്ലാപ്പ് കൽപ്പറ്റ നഗരസഭാംഗങ്ങൾ ശരിക്കും അറിഞ്ഞു. അധികാരത്തിലേറി 3 മാസത്തിനകം ലോകായുക്തക്ക് സമർപ്പിക്കേണ്ട സ്വത്ത് വിവരം കൈമാറുന്നതിൽ വീഴ്ച പറ്റി. ഇക്കാര്യത്തിൽ ലോകായുക്ത ഇടപെട്ടു. തിങ്കളാഴ്ച ഭരണസമിതി അംഗങ്ങൾ ഒന്നാകെ തിരുവനന്തപുരത്ത് കോർട്ട് ഹാളിൽ നടക്കുന്ന ലോകായുക്ത സിറ്റിംഗിൽ ഹാജരാകണം. ഇല്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം പോയെന്നും വരാം. പിന്നെ പാർട്ടി വ്യത്യാസമൊന്നും നോക്കിയില്ല. 28 പേരും കൂടി ഒരു ബസ് വിളിച്ച് ഞായറാഴ്ച രാത്രി തന്നെ തലസ്ഥാന നഗരിയിലേക്ക് പുറപ്പെട്ടു. അതിൻ്റെ ചിത്രവുമുണ്ട് മാതൃഭൂമിയിൽ. 2021 ഡിസംബറിലാണ് നിലവിലെ ഭരണസമിതി അധികാരമേറ്റത്. 3 മാസത്തിനകം സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച രേഖകൾ അയക്കേണ്ടതുണ്ടായിരുന്നു. ചുമതലയുള്ള ജീവനക്കാരനും വീഴ്ച പറ്റി. പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള മുതിർന്ന കൗൺസിലർമാർ വിട്ടും പോയി. പോരേ പൂരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാലമായിരുന്നല്ലോ. ആ കാര്യം വിട്ടുപോയി. ജീവനക്കാരെയും കുറ്റപ്പെടുത്താനാകില്ല. സമാനതകളില്ലാത്ത ജോലിഭാരമായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ലോകായുക്തക്ക് സ്വത്ത് വിവരം നൽകണമെന്നാണ് 2023 എല്ലാവരും നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ CK ശിവരാമൻ വിശദീകരിച്ചു. 2021 വരുത്തിയ വീഴ്ചയാണെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് നോട്ടീസ് ലഭിച്ചത്. അത് നേരിട്ട് ഹാജരാവണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റു വഴികളില്ലല്ലോ. നഗരസഭ അധ്യക്ഷൻ അഡ്വക്കേറ്റ് TJ ഐസക് പറഞ്ഞു. ലോകായുക്തയുടെ ഉത്തരവിൽ നേരിൽ തന്നെ ഹാജരാകണമെന്ന് പരാമർശം വന്നതാണ് കൗൺസിലർമാർക്ക് വിനയായത്. എല്ലാവരും ഹാജരാവേണ്ടി വന്നതോടെ സാമ്പത്തിക ബാധ്യതയും വന്നു ചേർന്നു. 3000 രൂപ വീതം ഓരോരുത്തരും പങ്കിട്ടെടുത്താണ് ടൂറിസ്റ്റ് ബസ് ഏർപ്പാടാക്കി തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. കൗൺസിലർമാർക്ക് 8000 രൂപയാണ് മാസവേതനം. പലർക്കും ഈ ചെലവ് അധിക ബാധ്യതയായി. എന്നാൽ ചിലർക്കെങ്കിലും ഇത് തിരുവനന്തപുരത്തേക്കുള്ള കന്യാത്ര കൂടിയാണ്. അതും ഹരം. തിരക്കിട്ട് ബസ്സിൽ കയറുന്നതിനിടെ കൂടി നിന്നവരെല്ലാം കൗൺസിലർമാർ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല സുൽത്താൻ ബത്തേരി നഗരസഭാ ഭരണസമിതിക്കും ഇതേ പറ്റുണ്ട്, അവരും 10-ന് തിരുവനന്തപുരത്തെത്തും. അപ്പോൾ ആകെപ്പാടെ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഭരണങ്ങളുടെ ഒരു സ്ഥിതി എന്ന് പറയാം. താഴെ തട്ടിലെ മുന്നണി പ്രശ്നം തീർക്കാൻ കേരള കോൺഗ്രസ് എം. കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ താഴെ തട്ടിൽ CPIM CPI അണികളുമായുള്ള ഭിന്നത ഒത്തുതീർക്കാൻ കേരള കോൺഗ്രസ് എം ഇതിനു മുന്നോടിയായി വിശദ വിവരങ്ങൾ 12-ലെ നേതൃയോഗത്തിൽ നൽകാൻ മണ്ഡലം പ്രസിഡന്റുമാരോട് കേരള കോൺഗ്രസ് നിർദ്ദേശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തീർക്കാനാണ് ശ്രമം. ഇതേ കാര്യം CPIM CPI നേതൃത്വത്തെയും അറിയിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താഴെ തട്ടിൽ കേരള കോൺഗ്രസ് അണികളും CPIM CPI പാർട്ടികളും തമ്മിൽ ചോർച്ചയുണ്ടായില്ലെന്നാണ് വിലയിരുത്തൽ. CPM കോട്ടകളിൽ പോലും വോട്ട് കുറയുകയോ മുന്നണി പിന്നിലാവുകയോ ചെയ്തിട്ടുണ്ട്. വൈക്കം നിയമസഭാ മണ്ഡല പരിധിയിൽ ഒരിക്കലും UDF മുന്നിലെത്താത്ത ചില ബൂത്തുകളിൽ അവർ ലീഡെടുത്തു. BJPക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്തിടത്ത് പോലും അവർ നേട്ടമുണ്ടാക്കി. ഇടതു മുന്നണിയിൽ നിന്ന് അണികളുടെ ചേരിമാറ്റം പ്രകടമായ സംഭവങ്ങളാണിവ. ഈ പ്രശ്നങ്ങളുമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാവില്ല. ജില്ലാ നേതൃത്വം ഇടപെടേണ്ട വിഷയങ്ങളിൽ അതുണ്ടാകും. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നർത്ഥം. നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രക്ഷോഭം. ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന് പ്രക്ഷോഭകർ. ജെറുസലം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെലവീവ് അടക്കം ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു. രാജ്യമെങ്ങും രാവിലെ 6:29 പ്രതിഷേധം ആരംഭിച്ചത്. 9 മാസം മുമ്പ് ഒക്ടോബർ 7 ഹമാസ് തെക്കൻ ഇസ്രായേലിൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിച്ചായിരുന്നു ഇത്. തെല്ലവീവ് ജെറുസലേം പ്രധാന റോഡുകൾ ഉപരോധിച്ച റോഡിൽ ടയറുകൾ കത്തിച്ചു. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രാജിവെക്കണമെന്ന് മുദ്രാവാക്യമുയർന്നു. ഇസ്രായേലുകാരായ 120 ബന്ദികളാണ് ഗസയിലുള്ളത്. US തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾ കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നിരുന്നു. തുടർ ചർച്ച ഈ ആഴ്ച കൈറോയിൽ നടക്കും.
അതിനിടെ ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇഹാബ് അൽ ഹുസൈൻ കൊല്ലപ്പെട്ടു. ഗാസ സർക്കാരിൻ്റെ തൊഴിൽ ഉപമന്ത്രിയായിരുന്നു. ഗസ സിറ്റിയിൽ 2 ഇടത്ത് ബോംബാക്രമണത്തിൽ 12 പേർ വീണു, കൊല്ലപ്പെട്ടു. ഇതുവരെ ഗസയിൽ 38,153 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 87,828 പേർക്ക് പരിക്കേറ്റു എന്നാണ് കണക്ക്. ചൊവ്വ വീട് തുറന്നു, ചിരി തൂകി ആ 4 പേർ. ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള മാർസ് ഡ്യൂൺ ആൽഫ ആണ്. വാഷിങ്ടൺ. മാർസ് ഡ്യൂൺ ആൽഫ എന്ന 3D പ്രിൻ്റഡ് വീട്ടിൻ്റെ വാതിൽ തുറന്നിറങ്ങി കെല്ലി ഹാസ്റ്റൺ നിറപുഞ്ചിരിയോടെ പറഞ്ഞു, ഹലോ, നിങ്ങളെല്ലാവരും ഇവിടെ പറയാൻ പറ്റുന്നത് പോലെ തന്നെ എത്ര സുന്ദരം. ഹലോ, നിങ്ങളോടെല്ലാവരോടും ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ എത്ര സുന്ദരം. വായിച്ചതിൽ മാത്രമല്ല കേട്ടോ, എഴുതിയതിലും അക്ഷരത്തെറ്റുണ്ട്. മലയാള മനോരമ അച്ചടിത്തെറ്റുമുണ്ട് എന്നർത്ഥം. ഹലോ, നിങ്ങളോടെല്ലാവരും ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ സുന്ദരം എന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. നിങ്ങളോടെല്ലാവരോടും ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ സുന്ദരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആദ്യം മുതൽ വായിക്കാം. വാഷിങ്ടൺ. മാസ് ഡ്യൂൺ ആൽഫ എന്ന 3D പ്രിൻ്റഡ് വീട്ടിൻ്റെ വാതിൽ തുറന്നിറങ്ങി കെല്ലി ഹാസ്റ്റൺ നിറപുഞ്ചിരിയോടെ പറഞ്ഞു, ഹലോ, നിങ്ങളോടെല്ലാവരോടും ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ എത്ര സുന്ദരം. ടെക്സസിലെ ഹൂസ്റ്റണിൽ നാസ ഒരുക്കിയ ചൊവ്വ ആവാസഭൂമിയിൽ 1 കൊല്ലത്തിലേറെ നീണ്ട കൃത്രിമ ചൊവ്വ ജീവിതം കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് കെല്ലി. അൻകെ സെലേറിയു, റോസ് ബ്രോക്വെൽ, നേഥൻ ജോൺസ് എന്നീ ഗവേഷകർ. കെല്ലി, അൻക സെലേറിയ, റോസ് ബ്രോക്വെൽ, നേഥൻ ജോൺസ് എന്നീ 4 ഗവേഷകരാണുള്ളത്. ജിമ്മും കൃഷിയിടവും ചൊവ്വ നടത്തത്തിനുള്ള ചുവന്ന മണ്ണുമുള്ള 1700 ചതുരശ്ര അടി വലിപ്പമുള്ള കെട്ടിടത്തിൽ 378 ദിവസമാണ് ഇവർ കഴിഞ്ഞത്. ഭൂമിയിൽ തന്നെയെങ്കിലും കുടുംബാംഗങ്ങളെ കാണാതെയും പരിമിത വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടും കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ചൊവ്വ അന്തരീക്ഷത്തിൽ പച്ചക്കറി കൃഷി ചെയ്തും അതിജീവന പരീക്ഷണങ്ങളാണ് ഇവർ നടത്തിയത്. 2015-2016 കാലത്ത് ഇത്തരമൊരു കൃത്രിമ ചൊവ്വ പരീക്ഷണം ഹവായിൽ നടന്നിരുന്നുവെങ്കിലും US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസക്കായിരുന്നില്ല നടത്തിപ്പിൻ്റെ ചുമതല. ഇപ്പോൾ ഹൂസ്റ്റണിൽ പൂർത്തിയായത് ക്രൂ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് എക്സ്പ്ലോറേഷൻ അനലോഗ് എന്ന് പേരിട്ടിരിക്കുന്ന നാസ ദൗത്യ പരമ്പരയിലെ 1ാമത്തേതാണ്. 2030കളുടെ അവസാനം ചൊവ്വയിൽ മനുഷ്യരെ എത്തിക്കാനുള്ള സ്വപ്ന പദ്ധതിയുടെ ഭാഗമായുള്ള പരീക്ഷണ പരിപാടികളാണിത്. ജനാധിപത്യം ക്ഷീണിതമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. ട്രിയസ്റ്റ്. ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണെന്നും ഒരു വിഭാഗം ജനങ്ങളുടെ ഇംഗിതം നോക്കിയുള്ള പ്രവർത്തനം രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. പകരം കരുത്തുള്ള സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനും വോട്ടർമാരുടെ ഉദാസീനത മറികടക്കാനും വഴി കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറ്റാലിയൻ നഗരമായ ട്രിയസ്റ്റയിൽ റോമൻ കത്തോലിക്ക സഭയുടെ സാമൂഹിക കാര്യ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മാർപ്പാപ്പ. ജനാധിപത്യത്തിൽ നിന്ന് പുറത്തു നിർത്തുകയാണെന്ന് ഒട്ടേറെ പേർക്ക്, ദരിദ്രർക്കും ദുർബലർക്കും തോന്നുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ജനാധിപത്യം ക്ഷീണാവസ്ഥയിലാണ്. ആരോഗ്യകരമായ ജനാധിപത്യം പ്രത്യയശാസ്ത്രത്തിൻ്റെ നിരർത്ഥകതയെ അവഗണിക്കണം. പക്ഷപാതിത്വത്തിൽ നിന്നകന്ന് അർത്ഥപൂർണമായ സംവാദത്തെ പുണരണം. ഒരു രാജ്യത്തിൻ്റെയും പേരെടുത്തു പറയാതെ പാപ്പ പറഞ്ഞു. പ്രത്യയശാസ്ത്രങ്ങൾ പ്രലോഭിപ്പിക്കുന്നവയാണ്. ഹാംലിനിലെ പൈറ്റ് പൈപ്പറിനോടാണ് ചിലർ അതിനെ താരതമ്യം ചെയ്യുന്നത്. അവ നിങ്ങളെ പ്രലോഭിപ്പിക്കും, ആത്മനിരാശത്തിലേക്ക് നയിക്കും. പൈറ്റ് പൈപ്പറുടെ കഥ അനുസ്മരിച്ച് പാപ്പ മുന്നറിയിപ്പ് നൽകി. ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രാധാന്യം കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ നിസ്സംഗത അർബുദം പോലെയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 20 റോക്കറ്റുകൾ തൊടുത്ത് ഹിസ്ബുള്ള ഗസ സിറ്റി. ഞായറാഴ്ച രാവിലെ ഉത്തര ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 20ഓളം റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള. അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്ററിലധികം ദൂരമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കത്യൂഷ റോക്കറ്റ് ആക്രമണം. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളിൽ 4 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സേന അറിയിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. വ്യോമ പ്രതിരോധ വിഭാഗം എഞ്ചിനീയർ മൈസം മുസ്തഫ
അത്തർ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി. എഞ്ചിനീയർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പദവി സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ രൂക്ഷമായിട്ടുണ്ട്. ഡ്രോൺ ആക്രമണത്തിൽ സംഭരണശാലയ്ക്ക് തീപിടിച്ചു, റഷ്യൻ ഗ്രാമം ഒഴിപ്പിച്ചു. കിയവ്. യുക്രൈൻ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് ചരക്ക് സംഭരണശാലയ്ക്ക് തീപിടിച്ചതിനെ തുടർന്ന് പടിഞ്ഞാറൻ റഷ്യയുടെ അതിർത്തി ഗ്രാമമായ അതിർത്തി മേഖലയിൽ ഒരു ഗ്രാമം ഒഴിപ്പിച്ചു. പൊഡ്ഗോറൻസ്കി ജില്ലയിലെ ഗ്രാമത്തിലുള്ളവരെയാണ് ഒഴിപ്പിച്ചതെന്ന് ഗവർണർ അലക്സാണ്ടർ ഗുസേവ് അറിയിച്ചു. വൊറോനച്ച് മേഖലയിൽ നിന്ന് സ്ഫോടനവും ശബ്ദവും കറുത്ത പുകയും ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ചരക്ക് സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല. ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. യുക്രൈൻ വ്യോമാക്രമണം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം രാവിലെ സ്ഥിരീകരിച്ചിരുന്നില്ലെങ്കിലും ബെൽഗറോഡ് മേഖലയിൽ യുക്രൈൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി അറിയിച്ചിരുന്നു. അതേസമയം ഞായറാഴ്ച രാത്രി 2 മുതൽ റഷ്യൻ ബലിസ്റ്റിക് മിസൈലുകളും 13 ഷാഹിദ് ഡ്രോണുകളും വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേപ്പാളിൽ മിന്നൽ പ്രളയം, 14 മരണം. കാഠ്മണ്ഡു. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും നേപ്പാളിലെ വ്യത്യസ്ത മേഖലകളിൽ 14 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. യുഎസിലെ ഉഷ്ണതരംഗം 130 ദശലക്ഷം പേരെ ബാധിക്കും. കാലിഫോർണിയ. യുഎസിലെ ഉഷ്ണതരംഗം 130 ദശലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്ന് റിപ്പോർട്ട്. പടിഞ്ഞാറൻ തീരം മുതൽ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് കിഴക്കൻ തീരം മുതൽ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും രൂക്ഷമായ ചൂട് അനുഭവപ്പെടുക. പലയിടങ്ങളിലും ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. കാലിഫോർണിയയിലെ കാട്ടുതീ പടർന്നതോടെ 30,000 പേരെ ഒഴിപ്പിച്ചിരുന്നു. ജീവഹാനി ഇല്ലെങ്കിലും 74 കെട്ടിടങ്ങൾക്ക് നാശം പറ്റിയിട്ടുണ്ട്. ഉത്തര സാൻ ഫ്രാൻസിസ്കോയിലെ ഉഗയിൽ ശനിയാഴ്ചയാണ് 48 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയത്. ഫ്രാൻസിസ്കോയുടെ കിഴക്കൻ മേഖലയായ ലിവ്മോറിൽ താപനില 42.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നു. 1905 അനുഭവപ്പെട്ട റെക്കോർഡ് താപനിലയാണ് ഇത്തവണ തകർന്നത്. ലാസ് വെഗാസിൽ 46, ഫോണിക്സിൽ 45.5 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മുതൽ ദേശീയ കാലാവസ്ഥാ സേവന വിഭാഗം തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കനത്ത ചൂട് കാരണം ഫോണിക്സിൽ ഇതുവരെ 13 മരണങ്ങൾ സ്ഥിരീകരിച്ചു. ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 160-ലേറെ മരണങ്ങൾ ഉഷ്ണതരംഗം മൂലമാണെന്ന് സംശയിക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നാളത്തെ വാർത്തകൾ നാളെ കേൾക്കാം. നന്ദി.